ഇന്നത്തെ IPL മത്സരത്തിൽ പഞ്ചാബും ചെന്നൈയുമാണ് നേർക്കുനേർ വന്നത്. ആദ്യ മത്സരത്തിൽ തോറ്റിട്ടാണ് CSK ഇന്ന് കളി തുടങ്ങിയത്. അതുകൊണ്ട് ഇന്നത്തെ മാച്ചിൽ വിജയത്തിലൊന്നും തന്നെ CSK സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പതിവ് പോലെ തന്നെ സഞ്ജു ഇന്നും നിരാശപ്പെടുത്തി. മികച്ച ഫോമിലേക്ക് സഞ്ജുവിനെ വരാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ ചെന്നൈ പഞ്ചാബ് മത്സരത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവും ഋതുരാജുമാണിന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും നല്ലൊരു കൂട്ടുകെട്ട് കാഴ്ചവെക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ സഞ്ജുവിന് ഫോമാകാൻ സാധിച്ചില്ല. വെറും 7 റൺസ് എടുത്ത് സഞ്ജു ഇന്ന് ഔട്ടായി മടങ്ങി. CSK ആരാധകർക്ക് നിരാശയായിരുന്നു ഫലം. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ ഋതുരാജ് തയ്യാറായിരുന്നില്ല. സഞ്ജു ഔട്ടായ ശേഷം വന്നത് ആയുഷ് മാത്രമായിരുന്നു. മികച്ച ബാറ്റിംഗ് ആണ് ആയുഷ് ഇന്ന് പുറത്തെടുത്തത്. വന്നതും സിക്സറും ഫോറുകളും പായിക്കാൻ തുടങ്ങി. CSK ആരാധകർ ആവേശത്തിലായി. സഞ്ജു ഇന്ന് ചെയ്യാത്തത് ആയുഷ് ചെയ്തിരിക്കുകയാണ്. മികച്ച ബാറ്റിംഗ് ആണ് താരമെന്ന് പുറത്തെടുത്തത്. പഞ്ചാബ് എങ്ങനെ ബൗൾ ചെയ്തിട്ടും ആയുഷ് മാത്രമേ പുറത്താക്കാൻ സാധിച്ചില്ല. ഋതുരാജിനെ സൈഡാക്കി ആയുഷ് ഒരു ഭാഗത്ത് അടിച്ചു കളിച്ചു. പവർപ്ലേ ഓവറുകളിൽ ആയുഷിന്റെ ഒരു അഴിഞ്ഞാട്ടമാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടി CSK ടീമിന്റെ സ്കോർ ബോർഡ് കുത്തനെ കുതിക്കാൻ തുടങ്ങി. മികച്ചൊരു റൺ റേറ്റ് അവർക്ക് കിട്ടി. 73 റൺസ് എടുത്താണ് ആയുഷ് ഇന്ന് ഔട്ടായി മടങ്ങിയത്. ഋതുരാജ് ഒരു സപ്പോർട്ടായിട്ട് മാത്രമേ ടീമിൽ ഉണ്ടായിരുന്നുള്ളൂ. ആയുഷിന് ശേഷം സർഫറാസ് ഖാനാണ് അടുത്ത വെടിക്കെട്ട് പുറത്തെടുത്തത്. 12 ബോളിൽ 32 റൺസാണ് സർഫറാസ് ഖാൻ ഇന്ന് അടിച്ചുകൂട്ടിയത്. സർഫറാസ് ഔട്ടായാലും ശിവ ദുബെ ഒരറ്റത്ത് മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചു. ഇതോടുകൂടി CSK ടീമിന്റെ സ്കോർ ബോർഡ് കുത്തനെ കുതിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ന് CSK 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസാണ് അടിച്ചുകൂട്ടിയത്. സെക്കൻഡ് ബാറ്റിംഗിൽ പഞ്ചാബും വിട്ടുകൊടുത്തില്ല. മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് അവർക്ക് ലഭിച്ചത്. പവർഫുൾ ഓവറുകളിൽ പഞ്ചാബിന്റെ ഒരു അഴിഞ്ഞാട്ടമാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. വളരെ വാശിയേറിയ മത്സരമായിരുന്നു ഇന്നത്തേത്. രണ്ട് ടീമും ഇന്ന് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.